ദാ ഈ ജ്യൂസ് കുടിക്കും. കാർത്തികയുടെ നിശ്ചയമാണ്. നീ കേട്ടായിരുന്നോ ഇതുവഴി പോലീസ് വാഹനം പോയത്? ശബ്ദം കേട്ടിരുന്നു. ആദ്യം ആംബുലൻസ് ആണെന്നാ കരുതിയത്. ഇവിടെ അടുത്തൊരു സ്കൂളിന്റെ ഇനോഗ്രേഷന് വിദ്യാഭ്യാസ മന്ത്രി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് വാഹനം പോയതെന്നാ എനിക്ക് തോന്നുന്നത്. ഈ വീടിന്റെ മുന്നിലൂടെ ഓടുവഴി ആയതുകൊണ്ട് ഇതുവഴി പോലീസ് വാഹനം വരില്ലായിരിക്കും. പോലീസ് പെട്രോളിംഗ് ഒക്കെ ശക്തമായിരിക്കും സ്റ്റെഫി. ആയിക്കോട്ടെ, നമ്മൾ നേരെ പോലീസിന്റെ മുന്നിൽ ചെന്ന് ചാടണ്ട. നിനക്ക് കുറച്ച് ശുദ്ധമായി കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. എനിക്ക് ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ കാർത്തികയും അവളുടെ അമ്മയും ഈ ലോകം വിട്ടു പോണം. കാർത്തികയുടെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എല്ലാവരും അവളുടെ വീട്ടിൽ തമ്പടിക്കാനാ സാധ്യത. നീ കാര്യം നടത്തി കഴിഞ്ഞാൽ ചെറിയൊരു ഹൗസ് ബോട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ മെല്ലെ ചെന്നൈക്ക് കടക്കണം. ചെങ്കോട്ട വഴി മധുരയ്ക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ. ചെന്നൈയിലെ ചേരിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പൊക്കാൻ പോലീസിന് പ്രയാസമായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ചെന്നൈയിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്താൽ പോരെന്നാ? ജസ്റ്റ് ഓരോന്നും ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. ചെയ്യേണ്ടത് നമ്മൾ നേരിട്ട് തന്നെ ചെയ്യണം. എടി ദീപേ, എന്താ നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എങ്ങോട്ട് പോകുന്നേ? അമ്പലത്തിലേക്കാണോ? എടി, അമ്പലത്തിലേക്കൊന്നുമല്ല, നമുക്ക് ഒരു ടെക്സ്റ്റൈൽസ് വരെ ഒന്ന് പോകണം. ടെക്സ്റ്റൈൽസിലോ? എന്താ, എന്നോടൊപ്പം ടെക്സ്റ്റൈൽസിലേക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്റെ ഭാര്യയ്ക്ക്? വയറിലെ മുറി വന്ന് ഇതുവരെ കരിഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ ഞാൻ നെറ്റിയിലും. അത് വകവയ്ക്കാതെ ഓടിച്ചാടി നടക്കുക പ്രകാശേട്ടൻ, പഴയതിനേക്കാളും ചുറുചുറുക്കോടെ. എടി, ഇതെന്റെ രണ്ടാം ജന്മമാണ്. അതുകൊണ്ട് ചുറുചുറുക്കോടെ നടന്നേ പറ്റൂ. എന്റെ വളരെ നിശ്ചയം വരാൻ പോവാ. മനസ്സിന് സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം താനേ വരും. പിന്നെ ഈ അസുഖവും ഈ മുറിവൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച എന്റെ മകന്റെ ശബ്ദം പോയപ്പോ അവന്റെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനതങ്ങ് ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെയ്തതൊക്കെ ചെയ്തത് തന്നെയാ. അതിന് വിട്ടുകളയണം, ഓർക്കാതിരിക്കുക. ഞാൻ എങ്ങനെയാ ചെയ്യുന്നേ? ഇടക്കിടക്ക് ഇങ്ങനെ തേട്ടി കയറി വരൂടി. ടെക്സ്റ്റൈൽസിൽ പോകുന്നതൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ഉടനെ നടക്കണം. അതൊന്ന് മറന്നുപോയോ? അനാഥാലയത്തിൽ പോയി അമ്മയൊന്ന് കാണണം. അച്ചേട്ടൻ മാറിയതുകൊണ്ട് ഇപ്പൊ അമ്മ വലിയ സന്തോഷത്തിലാ. നിശ്ചയമായിട്ട് അമ്മ വരുമല്ലോ അല്ലേ? ആ, വരും എന്നാ പറഞ്ഞേ. എങ്കിലും നമ്മൾ ഒന്നിച്ച് അവിടെ പോയി അമ്മയെ കണ്ടില്ലല്ലോ. ആ അനാഥാലയത്തിന് വേണ്ടി ധാരാളം പൈസ മുടക്കുന്നത് കിരണും കല്യാണിമോളും ഒക്കെയാ. അതിന്റെ പുണ്യം അവർക്ക് കിട്ടൂടി. അവിടെ പോയി അവരോടൊപ്പം 1-2 ദിവസം സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പകുതി ഭാരം ഒഴിഞ്ഞു പോടി. മക്കള് മൃഗങ്ങളായി കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരാ അവിടെ കൂടുതലും. നീ പറഞ്ഞ പ്രകാരം ഒരു ആംബുലൻസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ശക്തമായതുകൊണ്ട് പുറകിൽ പേഷ്യന്റ് ആരെങ്കിലും വേണ്ടടാ. തലേണ വെച്ച് കഴിഞ്ഞ് വെള്ളം മുണ്ടിട്ട് മൂടിയാ മതി. അതോ ഇനി അതിനാരെങ്കിലും വിളിച്ച് ബോധം കെടുത്തി പുറകെ കിടത്തണം? വെറുതെ നീ സാഹസം ഒന്നും കാണിക്കണ്ട. ആ ഓട്ടോക്കാരന്റെ മൂക്കടിച്ച് പരത്തിയിട്ടല്ലേ നീ ആ ഓട്ടോ ആയിട്ട് കടന്നു കളഞ്ഞത്? തടസ്സം ചികിത്സയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ വിട്ടുപോയെന്ന വാർത്തയിൽ വന്നത്. ബോധം കെടുത്താനുള്ള ഇടിയും കൊല്ലാനുള്ള ഇടിയും രണ്ടും രണ്ടാ. നാളെ നിശ്ചയമായിട്ട് എല്ലാവരും കാർത്തികയുടെ വീട്ടിൽ കാണും. അതിനിടയില് കാർത്തികയെ മാത്രം തെരഞ്ഞു പിടിച്ച് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ?